ഇവിടെ അമ്മ ബാലവേല അടുപ്പിക്കുന്നത്. ബാലവേല ഗൈസ്. കണ്ടോ മീൻ കിടന്ന് പൊരിയുന്നത് കണ്ടോ. ഒരു കഷ്ണം കൂടി മീൻ കഷ്ണം തരുന്നില്ല ഗൈസ് അമ്മ. അതിലെനിക്കൊരു കണ്ണുണ്ട്. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടോ. ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാന്നുള്ളത്. കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കറി ഉണ്ടാക്കണം. ഏട്ടനാണെങ്കിൽ അമ്മൻ്റെ മീൻ കറി കൂട്ടാൻ കൊതി. പാവൻ്റെ ഏട്ടനിരുന്ന് മീൻ തോല് പൊളിക്കുന്നത് കണ്ടോ. ഇവിടെ അമ്മ ബാലവേല അടുപ്പിക്കുന്നത്. ബാലവേല ഗൈസ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മളെല്ലാവരും കൂടി കൂടുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടി ഇങ്ങനെ അടുക്കളയിലിരുന്ന് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അമ്മ ഉണ്ടാക്കും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അത് ഭയങ്കര വൈബാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ കഥയും കാര്യമൊക്കെ പറയും. അധികം അമ്മ ഏട്ടനും കൂടി എന്തെങ്കിലും പറയുക ചെയ്യും. ഒരു ഓഫീസ് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടോ അങ്ങനെ. അപ്പോഴത്തേ നമ്മളെ കറിയൊക്കെ ആയി. പിന്നെ എന്താ വെച്ചാൽ അന്ന് കുറേ ഓൺ വോയിസ് തന്നെ കേട്ടോ വീഡിയോ ഉള്ള. സോ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ആണ് ചിലപ്പോൾ കുറച്ച് നോയ്സുകളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ, അതിനൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടെ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ആയിക്കോട്ടെ. ഞങ്ങൾ ഉറപ്പായിട്ട് ചോറ് പാത്രം എടുത്ത് ഞാനങ്ങ് പോയി. പിന്നെ 1:30 നല്ല വിശപ്പുണ്ട്. ചോറ് ഞാൻ ആയപ്പോ ഞാൻ അപ്പോഴും അങ്ങനെ എനിക്ക് അങ്ങപ്പോ തോന്നി. പക്ഷെ ഞാൻ ചോറ് കൊണ്ടുവന്നേക്കൂടെ ഇവിടുന്ന് തിന്ന് പോയിട്ട് ഉണ്ടാവുന്നു. ഞാൻ അമ്മമ്മനെ വിളിച്ച് ഞാൻ അവിടെ വരുന്ന വിചാരിച്ചായിരുന്നു. 1 മണിയാകുമ്പോ പാത്രം കൊണ്ടുവന്നു. ഇതിപ്പോ ഏട്ടന് വേണ്ടിട്ട് അമ്മ ഫിറോസ് ഖാന്റെ വീഡിയോ ഉണ്ടപ്പോ ഒരു അവസാനം ഒരു ചോറ് കൂട്ടിയിട്ട് ഇങ്ങനെ നല്ല കറി വെച്ച് കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? രസമുണ്ടോ? അടിപൊളിയാ? ഇത് പേട്ടന് അമ്മ ഒരു മിനിറ്റ്. ഇത് പേട്ടന് വേണ്ടിട്ട് അമ്മ ഇപ്പൊ ഉണ്ടാക്കിയ കറിയാ. അതെ, സ്പെഷ്യൽ കറി. ഇത് നല്ല അടിപൊളി കറി കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം അമ്മേനെ കൊണ്ട് എന്താ പറയാ ഉണ്ടാക്കിപ്പിച്ചിടുന്നുണ്ടേ. ഇന്ന് ഞാൻ റെസിപ്പി ഷൂട്ട് ചെയ്തില്ല. ഞാനിപ്പോ ഏട്ടൻ വന്നതിന്റെ വർത്താനത്തിലായി പോയി. കണ്ടോ മീൻ കിടന്ന് പൊരിയുന്നത് കണ്ടോ. എന്റെ ഭഗവാനെ, വലിയ കഷ്ണങ്ങൾ. ഇനി വേറൊരു സാധനം കാണിച്ചതേ. ഇത് നോക്കിയാട്ടെ. അപ്പാ തല വായിന്ന് വെള്ളം വരുന്നു. പക്ഷെ ഞാൻ ഡയറ്റിലാണ്. നമ്മള് നല്ല പൊരിച്ച മീനൊക്കെ കാണുന്ന സമയത്ത് ഒരു കഷ്ണമൊക്കെ തിന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഡയറ്റ് ഒന്നും പോകാൻ പോകുന്നില്ല. അപ്പോ ചോറൊന്നും തിന്നുന്നില്ലല്ലോ. ഒരു കഷ്ണം പൊരിച്ച മീനൊക്കെ തിന്നാൻ നല്ലതല്ലേ. ഇത് മറ്റേ ഷാലോ ഫ്രൈ ആട്ടോ, മറ്റേതൊന്നല്ല. ഏത് ഡീപ് ഫ്രൈ ഒന്നല്ല. അതിനെക്കൊണ്ട് നമുക്കൊരു കഷ്ണമൊക്കെ കഴിക്കാം. ഞാനിന്ന് ശരിക്കും എന്താ പറയുക ഫാസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നത്. പിന്നെ ചോറ് കഴിക്കുന്നില്ലല്ലോ, ഇത് മാത്രമല്ലല്ലോ. അപ്പോൾ പിന്നെ വലിയ കലോറി ഒന്നും എത്തൂല. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു വൈബല്ലേ അങ്ങനെ. പക്ഷെ നല്ല രസമാട്ടോ. റെസിപ്പി എന്തായാലും നിങ്ങൾ പറഞ്ഞു ഞാൻ ഇട്ടിരുന്നുണ്ട്. കാണുന്നുണ്ടോ? ഞങ്ങൾ അമ്മമ്മ ഭയങ്കര വികൃതിയാ. പണ്ടെൻ്റെ അമ്മയ്ക്ക് മീനൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നു. അമ്മ രാവിലെ കിട്ടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ തല വളരെ മണിക്കൂറെങ്കിലും എടുക്കില്ല. പക്ഷെ ഇപ്പൊ മീൻ പറഞ്ഞ അമ്മമ്മക്ക് ഇഷ്ടമല്ല. അമ്മമ്മ തിന്നേയില്ല. ഒരിത്തിരി എടുക്കൂ, അത് മൊത്തം പിടിച്ചു കഴിച്ചിട്ട് കേട്ടോ. ഓ ചൂട്. ഇത് കുഞ്ഞാ. താങ്ക് യു. കുറേ ആയി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു മീനൊക്കെ പൊരിച്ച് തിന്നിട്ട്. അതിനെക്കൂടെ നല്ല രസമുണ്ട്. പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. ഇവിടെ അമ്മ എന്തുണ്ടാക്കിയാലും നല്ല എരിവ്. പക്ഷെ നല്ല രസമാണ്. ഞാൻ പക്ഷെ ഒത്തിരി എരിവ് വേണം. എരിവില്ലാത്ത സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. എനിക്ക് അങ്ങോട്ടില്ല, പലരും കിട്ടും. അതുപോലെ തന്നെ കാണുമ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നുണ്ട്. പക്ഷേ ഇതിനടുത്തോട്ടം മീൻ വാങ്ങുമ്പോൾ
അമ്മയോട് ചോദിച്ചിട്ട് ഇട്ടിരുന്നുണ്ട്. ആ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് ഇട്ടിരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞാട്ടെ. അമ്മയോട് ചോദിച്ചിട്ടൊക്കെ ഇട്ടിരുന്നുണ്ട് എന്ന്. ആ കേട്ടിക്കുന്നല്ല. ഞാൻ അന്നേരം മുറുകാത്തേക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ എനിക്കൊരു കണ്ണുണ്ട്. ഒരു കഷ്ണമൊക്കെ ഭർത്താക്കന്മാരായാലും നമുക്ക് തരും. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ നമുക്ക് തരും. തിന്നുന്നേരം കുറവാ? തിന്നുന്നേരമൊക്കെ കുറവാ. കുറവാൻ പോലും ഒരു കഷ്ണം കൂടി മീൻ കഷ്ണം തരുന്നില്ല കഴിച്ച് അമ്മ. ഏട്ടനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ മറ്റേതാ മരുമക്കത്തായോ ഒരു കഷ്ണം താട്ടാ. ഇത് എന്ത് കുനീ മനുഷ്യന് എന്ത് സ്വഭാവ നോക്കണം. ഇത്രയും സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാർ ഇങ്ങനെ കറക്കണ്ടേ കമന്റ് ചെയ്യുക. നോക്കി ഇങ്ങടെ അമ്മയാണെ 3 കഷ്ണം കൊടുത്തിക്കും ഒന്നേ അന്നുള്ളൂ. എന്നിട്ട് ഒക്കത്തിന് ഒരു ഇച്ചിരി ചിരിക്ക് തരുന്നുള്ളൂ. ഞാൻ ഇപ്പൊ കരയും. എരിയുന്നുണ്ട്. പക്ഷെ ഞാൻ സത്യം സൂര്യ നമസ്കാരം ചെയ്യിച്ചു മാഷ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്കണ്ട, അത് ഞാൻ കട്ട് ചെയ്യൂ. ആ ഞാൻ അന്ന് ശരിക്കും ഫാസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച. പക്ഷെ മീൻ കണ്ടപ്പോ ഇതെന്ന് പക്ഷെ നാളെ മുതലില്ല കേട്ടോ. ആ എങ്ങനെ രസമുണ്ടോ ഭർത്തു? രസമുണ്ടോ? പരി അടിപൊളിയാ? ഇഷ്ടപ്പെട്ടോ? ദിസ് ഇസ് അവർ കുക്ക്. എങ്ങണ്ട് കറി എങ്ങണ്ട്? അച്ഛമ്മ അമ്മേന്റെ കറീന്റെ ഫാനാ അല്ലേ? അല്ലേ? പറഞ്ഞു പറയിപ്പിക്കണം. അല്ല കേട്ടോ, ശരിക്കും പറയുന്ന അച്ഛമ്മ ഇൻട്രോവേർട്ട്, അതിനെ കൊണ്ടാ ക്യാമറ വെക്കാത്ത അല്ലേ? എങ്ങണ്ട് രസമുണ്ടോ? ഓന്റെ ഭഗവാനെ, സിമ്പിൾ രസമുണ്ടോ ഇല്ല മതി. രസമുണ്ടോ? ഇത്രയുള്ള രുചിയുള്ള ഭക്ഷണം ഞാൻ എന്താ പറയാ ഒരു ഹോട്ടലിൽ പോയിട്ടും കഴിച്ചിട്ടില്ല. അതൊരു വല്ലാത്ത രുചിയാണ്. കേട്ടിക്കുന്നല്ലേ? പുളി പാവം, പാകം, ഉപ്പ് പാകം. ഞാൻ ആലപ്പുഴ, മറ്റേ ഹരിപ്പാട്, പിന്നെ തിരുവനന്തപുരം. അച്ഛൻ ടൂറിസ്റ്റ് ബസ്സിലേക്ക് കിട്ടാതാ. പക്ഷെ സത്യമായിട്ടോ ഇത് ഉടായി പറയുന്നല്ല. എനിക്ക് എന്റെ നാവിന് ഒരു രുചി കഴിക്കണമെങ്കിൽ എന്റെ ഭാര്യ തന്നെ ഉണ്ടാക്കണം. അവിടെ അങ്ങനെയാട്ടോ. അച്ഛമ്മയ്ക്കും ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നതാ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നത്. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ ഇന്നാള് വാങ്ങിയ ചെടിയൊക്കെ സെറ്റ് ചെയ്തത് കാണിച്ചു തരാന്നുള്ളത്. അയ്യോ അത് നാള് വെടിയായിരുന്നു കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിനത്. അതൊക്കെ വേറെ കേട്ടോ മാറ്റി. ഇതെല്ലാ ദിവസവും അതാ ഇതൊക്കെ നമ്മൾ പുതിയത് വാങ്ങിയ ചെടികളാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെ കണ്ടു നോക്കണേ. ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ. പിന്നെ അത് കണ്ടോ, വെളിച്ചല്ല ഇരുടാൻ കാണുന്നുണ്ടല്ലോ. ഈ ഡാലിയൊക്കെ നമ്മൾ ഇന്നാൾ വാങ്ങിയതാ. പിന്നെ അതാ ഈ റോസാപ്പൂ. പക്ഷെ ഇതിന് അവിടെ കുറച്ചുകൂടി വെളിച്ച അല്ലല്ല അതല്ല ഇതും നാള് വാങ്ങിയ റോസാപ്പൂവാ. പിന്നെ ഇതും നമ്മളെ എന്താ കടലാസ് പൂ. ഇതൊക്കെ ഞാൻ വേണേ മോർണിംഗില് വ്ലോഗ് എടുക്കുമ്പോൾ കാണിച്ചിരുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ കാണുന്നില്ല. ഇതും നമ്മൾ നാള് വാങ്ങിയതാ. പിന്നെ ഓർക്കിഡ് സെറ്റ് ചെയ്ത് കാണിച്ചതേ. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ഇതൊക്കെയായിട്ട്. അത് പണ്ട് ഞങ്ങൾ ലവ് ബേർഡ്സിൻ്റെ എന്താ പറയുക കൂട്ടിൽ വെച്ചൊരിതായിരുന്നു. അത് അമ്മ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെയാക്കിയതാ. നല്ലയില്ലേ കാണാൻ? ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ചെടി നാളെ അവിടെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇന്നലെ കണ്ടറിവ് വെച്ചിന്ന് വീഡിയോ എടുക്കാൻ വന്നാൽ നമ്മൾ കുടുങ്ങും. ക്ലിയർ ആവുന്നുണ്ടാവും. എന്തായാലും ഞാൻ പകല് എപ്പോഴേലും വീഡിയോ ഇടുമ്പോൾ ഒന്നുകൂടി നല്ലോണം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ നമ്മളെ മഞ്ഞ കടലാസ് പൂ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞ ഉണ്ട്, പിന്നെ പിങ്കും ഒക്കെ ഉണ്ട്. പിന്നെ നോക്കിയാട്ടെ, ഞാൻ നാളെ കാണിച്ചത് ഒരു മാവ് പൂത്തത് നല്ലോണം പൂത്തുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ ഞാൻ വേറൊരാളെ കാണിച്ചരേ. വേറൊരാളിപ്പം നമ്മളെ കുരയ്ക്കുന്നുണ്ട് കാണിച്ചു തരാവേ. ദിസ് ഈസ് അവർ പിഞ്ചു. പിഞ്ചു എന്നാ അല്ല പ്രിൻസ് എന്നാ പേര്. പിഞ്ചു എന്ന് വിളിക്കും അല്ലേ? ഞാൻ ചോദിക്കാണ്ട് അമ്മേ, ഞാനുണ്ടല്ലോ ആ ചെടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി.
പക്ഷെങ്കിൽ ഇന്നാൾ നിങ്ങൾ ആ വെച്ച സ്റ്റൂളുമേലൊന്നും അല്ല ഇപ്പൊ ഉള്ളത്. ഈ ചെടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ദിവസം ദിവസം മാറ്റുന്നതിന്റെ പ്രവണത എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാനുള്ളതുണ്ട്. ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴാണ് പൂവിന് ഭംഗി ഉണ്ടാവും. കേക്കുന്നുണ്ടോ നല്ലൊന്നും ഇപ്പൊ എല്ലാരും കൂടി കൂടിയതിനെ കൂടെ ഇവിടെ ഭയങ്കര വർത്താനം ബഹള. ഇഷ്ടം പോലെ മീനുണ്ട്, കൊറേ മക്കളും ഉണ്ട്. ഫിഷ് ടാങ്കിലെ വെള്ളം അതില് മീനുണ്ടോ? ഫിഷ് ടാങ്കിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഭയങ്കര നല്ല വളമാണ്. അപ്പൊ എന്റെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒക്കെ ആരോഗ്യത്തിന്റെ രഹസ്യം ഫിഷ് ടാങ്കിലെ വെള്ളമാണ്. ഇതിന്റെ കാഷ്ടത്തിലുള്ള അമോണിയ. എന്തോ തള്ളിയിട്ടല്ലോ അവിടെ. എന്തോ തള്ളിട്ടോ? ഇത് കാണുമ്പോ നിങ്ങൾക്ക് എന്തോ ഓർമ്മ വരുന്നുണ്ടോ ഗൈസ്? എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. ചീര വളർന്നേ കണ്ടോ? കടലാസ് പൂവിന്റെ നാളെ തക്കാളി ഇത് കൊണ്ടുപോയിട്ട് ആടുന്നതാ. ഇതൊക്കെ കാലം മുളയ്ക്കുന്ന ചാണകപ്പൊടിന്നൊക്കെ, ചാണകപ്പൊടിന്ന്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇതാ ഞങ്ങളൊരു സിമ്പിൾ വൈകുന്നേരം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ ഓൺ വോയിസ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.